നമസ്കാരം. ന്യൂയോർക്ക് ചെലവ് കുറച്ച് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുമോ? ലോകത്തിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ന്യൂയോർക്ക്. അവിടുത്തെ ക്രോസ് റോഡ് ഓഫ് ദ വേൾഡ്, അതായത് നാലും കൂടിയ ജംഗ്ഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ടൈം സ്ക്വയർ എന്നുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഡോളർ റുപ്പീസ് എക്സ്ചേഞ്ച് റേറ്റ് $1 95 എന്ന നിരക്കിലെത്തി നിൽക്കുകയുമാണ്. പക്ഷെ എന്നാലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വൺസ് ഇൻ എ ലൈഫ് ടൈം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് ചിലവ് കുറച്ച് ന്യൂയോർക്ക് വന്ന് കാണുന്നതിനുള്ള ചില പ്രാക്ടീസുകൾ, നിങ്ങൾക്ക് ന്യൂയോർക്ക് സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറിച്ച് വെക്കുക, ഓർമ്മയിൽ വെക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാര്യം എവിടെ താമസിക്കുന്നു എന്നതാണ്. അതിനാകും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നതും. ന്യൂയോർക്ക് സിറ്റിയിൽ ഞങ്ങൾ ഇന്നലെ വന്ന് താമസിച്ചത് മാരിയറ്റ് മാർക്കസ് എന്ന് പറയുന്ന പുറകിൽ കാണുന്ന ആ ഹോട്ടലിലാണ്. ആ ഹോട്ടൽ നിങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇവിടെ ലോക കേരള സഭ ന്യൂയോർക്ക് നടന്നത് ഈ ഹോട്ടലിൽ വെച്ചാണ്. പഴയ മുഖ്യമന്ത്രിയൊക്കെ താമസിച്ചതും ഈ ഹോട്ടലിലാണ്. ലോക കേരള സഭ നടന്ന സ്റ്റേജിന്റെ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റി കാണുന്നതിന് ടൈം സ്ക്വയറിലുള്ള മാരിയറ്റിന്റെ ഈ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നതാണ് നല്ലത്. ഞങ്ങളിവിടെ താമസിച്ചത് കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടല്ല, ഞങ്ങൾക്ക് നല്ലൊരു ഓഫർ കിട്ടിയത് കൊണ്ട് മാത്രം ഞങ്ങൾ വന്ന് താമസിച്ചു എന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത്, നിങ്ങൾ പണം ചുരുക്കി ന്യൂയോർക്ക് കാണാനാണ് ഉദ്ദേശമെങ്കിൽ ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ്. കാരണം ഡെയിലി ഒരു ആവറേജ് $500 ഇവിടെ താമസിക്കുന്നതിനുള്ള ചെലവ് എന്ന് പറയുന്നത്. പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു കാര്യമാണ്. ഈ സിറ്റിയുടെ താഴെ കൂടെ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സബ്വേ സിസ്റ്റം. നമ്മുടെ നാട്ടിലൊക്കെ മെട്രോ എന്ന് പറയുന്ന ട്രെയിനുകൾ. ഈ ട്രെയിനുകൾ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമുള്ള സ്ഥലം നോക്കി അവിടെ ഹോട്ടൽ എടുത്ത് താമസിക്കുകയാണെങ്കിൽ റേറ്റ് ഇവിടെ താമസിക്കുന്നതിനേക്കാൾ 4-1 വരികയുള്ളൂ. മാത്രമല്ല സബ്വേ സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അതിൽ കയറി ന്യൂയോർക്കിലെ ടൂറിസ്റ്റ് അട്രാക്ഷനിലൊക്കെ പെട്ടെന്ന് എത്തുകയും ഇവിടെ കാണുകയും കണ്ടു കഴിഞ്ഞിട്ട് വൈകിട്ട് നിങ്ങൾക്ക് സബ്വേ കയറി വീണ്ടും തിരിച്ചുപോയി ആ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായി ചെലവ് ചുരുക്കുന്നതിന് നല്ലതായിരിക്കും. അതിന് ചില കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. നേരത്തെ ഒരു ഹോംവർക്ക് നടത്തി എവിടെയാണ് ഹോട്ടൽ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു വെക്കണം. അവിടുത്തെ റേറ്റ് നോക്കണം. അതിനടുത്തുള്ള മെട്രോ സ്റ്റേഷൻ, സബ്വേ സ്റ്റേഷൻ എവിടെയാണെന്ന് നോക്കണം. എത്ര നടക്കാനുണ്ടെന്ന് നോക്കണം. മാത്രമല്ല ഒരാഴ്ചത്തേക്കൊക്കെ നമുക്കിവിടെ മെട്രോ കാർഡ് എടുക്കാൻ കിട്ടും. അൺലിമിറ്റഡ് യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള മെട്രോ കാർഡ് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കാം. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും ചെലവ് ചുരുക്കുന്നതിന്. നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ഇത് അത്ര വൃത്തിയുള്ളതായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല, അത് സത്യമാണ്. കാരണം ന്യൂയോർക്കിലെ സബ്വേ എന്ന് പറയുന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 1904 സ്ഥാപിച്ചതാണ്. 1904 നമ്മുടെ നാട്ടിലേക്ക് സിസ്റ്റം എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല മോഡേൺ സിറ്റികളിലും കാണുന്ന പോലെ അത്ര വൃത്തിയുള്ളതും അത്ര മോഡേണും അല്ല ന്യൂയോർക്കിലെ സബ്വേ എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. അല്പം വൃത്തികേടായിട്ട് കിടക്കുന്നതാണ്. 365 ദിവസം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സബ്വേ ആണ്. മാത്രമല്ല 100 വർഷത്തിലധികം പഴക്കമുള്ള തുരങ്കങ്ങളും റെയിൽപാതകളും ഒക്കെയാണ്. ട്രെയിനുകൾക്കും അത്ര തന്നെ പഴക്കമുണ്ട്. അതുകൊണ്ട് ഒരല്പം വൃത്തികേടുമൊക്കെ പ്രതീക്ഷിച്ച് ന്യൂയോർക്ക് സിറ്റി സബ്വേയിൽ കയറാവൂ. കുറച്ചുകൂടി പണം നിങ്ങൾക്ക് ലാഭിക്കണമെന്നുണ്ടെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും മാറി ന്യൂയോർക്കിലെ ശാന്തമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി നിങ്ങൾക്ക് ഹോട്ടലുകൾ എടുക്കാം. ഇത് ഞങ്ങൾ താമസിക്കുന്ന നാസോ കൗണ്ടി എന്ന് പറയുന്ന സിറ്റി ഏരിയയിൽ നിന്ന് മാറിയുള്ള ഏരിയ ആണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ഒരു ദിവസം റൂമിന് 130 മുതൽ മുകളിലോട്ടൊക്കെ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ അത് കുറഞ്ഞ ഹോട്ടലുകളും ചില ചീപ്പായിട്ടുള്ള ഹോട്ടലുകളും കിട്ടും, അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്തത്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു 13,000 രൂപ മുതലുള്ള മുകളിലോട്ടുള്ള റേറ്റിന് ഇവിടെ ഒരു ദിവസം നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ വരെ സബ്വേ എത്തത്തില്ല. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് മറ്റൊരു ട്രെയിൻ എടുത്തിട്ട് ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് സബ്വേ എടുത്തിട്ടാണ് ഞങ്ങൾ സിറ്റിയിലേക്ക് പോകുന്നത്. ഈ ദീർഘദൂര ട്രെയിനുകൾ കുറേ കൂടെ വൃത്തിയും കുറേ കൂടെ സൗകര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ സബ്വേക്കാട്ടിലും ഇതിന് ടിക്കറ്റ് റേറ്റ് അപ്പോൾ കൂടുതലായിരിക്കും. പക്ഷേ ദീർഘദൂര യാത്രയ്ക്കുള്ള ട്രെയിനുകൾ നമ്മുടെ വന്ദേ ഭാരത് പോലെയൊക്കെ ഒരു പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ സ്റ്റാൻഡേർഡുള്ള ട്രെയിനുകളാണ് ദീർഘദൂര യാത്രയ്ക്കുള്ള ട്രെയിനുകൾ. നമ്മൾ ദീർഘദൂര ട്രെയിനുകൾ എടുക്കുകയാണെങ്കിൽ ന്യൂയോർക്കിലെ ഈ സ്റ്റേഷനിൽ വന്ന് നമ്മൾ കയറും. പെൻ സ്റ്റേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ ട്രെയിൻ സ്റ്റേഷനാണ്. ആംട്രാക്കും ന്യൂജേഴ്സി ട്രാൻസിറ്റും പിന്നെ LIRR എന്ന് പറഞ്ഞ് നമ്മൾ നാസോ കൗണ്ടിയിൽ നിന്ന് എടുത്ത ട്രെയിനും എല്ലാം എത്തുന്ന ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ സബ്വേ എടുത്ത് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ന്യൂയോർക്കിലെ ഈ പെൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വളരെ തിരക്കുള്ള സ്ഥലമാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ട് മറ്റ് സബ്വേ ട്രെയിനുകളൊക്കെ കണ്ടുപിടിക്കാൻ ഒരല്പം കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ നേരത്തെ പ്ലാൻ ചെയ്ത് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ച് പോകാൻ പറ്റും. താമസിക്കുന്നതിന് ഏത് സ്ഥലം തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ന്യൂയോർക്ക് സിറ്റി ഇപ്പോൾ കാണുമ്പോൾ വളരെ ശാന്തമായിട്ട് തോന്നുമെങ്കിലും ഇതൊരല്പം കുഴപ്പം പിടിച്ച സ്ഥലം കൂടിയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഗഞ്ചനൊക്കെ ഇവിടെ ലീഗലാണ്. ദാ പുറകെ കാണുന്ന അതിൻ്റെ കടയാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വലിക്കാം, ആരും ചോദ്യം ചെയ്യില്ല. രണ്ടാമത്തെ കാര്യം, തോക്കിന് ലൈസൻസ് കൊടുക്കുന്ന രാജ്യമാണ്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വളരെയധികം അപകടം പിടിച്ച ചില സ്ഥലങ്ങളും ന്യൂയോർക്കിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സ്ഥലത്താണ് ഹോട്ടൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മലയാളിയോടെ വല്ല ഒന്ന് മുമ്പ് ചോദിച്ചു വെക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ചില സ്ഥലങ്ങളൊക്കെ വളരെ കുഴപ്പം പിടിച്ച സ്ഥലങ്ങളുമുണ്ട്. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റുള്ള ഹോട്ടൽ തിരക്കി പോകാതെ റേറ്റിംഗ് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീഡിയത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഹോട്ടൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. അതേസമയം തന്നെ അതിനടുത്ത് തന്നെ സബ്വേ സ്റ്റേഷനുകളുള്ള സ്ഥലം കൂടെ നോക്കി തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് Airbnb ആണ്. നേരത്തെ ഓൺലൈനിൽ കയറി വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം. നിങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ അതായിരിക്കും ഉത്തമം. പക്ഷെ അത് നേരത്തെ നോക്കി, അതും ഏരിയ ഏതാണ് എന്ന് നോക്കി, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ടോ എന്ന് നോക്കി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും കുറച്ച് ന്യൂയോർക്ക് സിറ്റി കാണുന്നതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ വല്ലോ ഇവിടെ താമസമുണ്ടെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. അവരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. സിറ്റിയിലുള്ള താമസമാണ്, നേരമില്ലാതുള്ള ഓട്ടമാണ് ഇവിടെ എല്ലാവർക്കും. അവരുടെ സൗകര്യം നേരത്തെ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷനുള്ള ചാർജ് കുറയ്ക്കാൻ സാധിക്കും. ന്യൂയോർക്ക് സിറ്റിയിൽ പ്രധാനമായും കാണാനുള്ള സ്ഥലങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്, 9/11 മെമ്മോറിയൽ, പിന്നെ കുറേ മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചില ബ്രോഡ്വേ ഷോകളുണ്ട്. ഇതിൽ ബ്രോഡ്വേ ഷോകൾക്ക് നല്ല എക്സ്പെൻസീവ് ആണ്. $100 മുതൽ മുകളിലോട്ടാണ് അതിൻ്റെ റേറ്റ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 9,000 രൂപയോളമൊക്കെ അതിന് ചിലവാകും. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടിക്കറ്റൊക്കെ ഏകദേശം ഒരു $20 $50 ഒക്കെ ഇടയിൽ നിൽക്കുന്ന ടിക്കറ്റുകളാണ്. ഒരു 2,000 മുതൽ 5,000 രൂപ വരെയൊക്കെ നമുക്ക് കണക്കൂട്ടി നോക്കാം. അത്രയൊക്കെ ഒരാൾക്ക് ചിലവാകുന്ന ടിക്കറ്റുകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതൊരു പാക്കേജായിട്ടൊക്കെ പലതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെ ഇവിടെയൊക്കെ പോയി കാണാം എന്നുള്ളത് 2-3 സംവിധാനങ്ങളുണ്ട്. ഒന്ന്, നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഊബർ വിളിച്ച് പോകുന്നതാണ് ഉത്തമം. നിങ്ങളൊരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണ്, കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഒരു ബസ്സിന് നിങ്ങൾക്ക് 24 hour പാസ് എടുക്കാം. എന്നിട്ട് ആ ബസ്സിൻ്റെ മുകളിൽ കയറിയിരുന്ന് ന്യൂയോർക്ക് സിറ്റി കൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. എന്നിട്ട് പല പല സ്റ്റോപ്പുകളിൽ അത് നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങി അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാം. ഒരു $60 24 hour ടൈമിന് ആ ബസ്സിൻ്റെ ചാർജ് ഈടാക്കുന്നത്. അതും ഓരോരുത്തർക്കുള്ള ചാർജാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നിങ്ങളെ കണക്ക് കൂട്ടി നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സികളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ ടാക്സി വരെ മാത്രമേ പോകാവൂ. പ്രൈവറ്റ് ടാക്സികളൊക്കെ പലരും വന്ന് ചോദിക്കും, ടാക്സി ഉണ്ട് വേണോ എന്നൊക്കെ ചോദിക്കും. പ്രത്യേകിച്ച് JFK എയർപോർട്ടിൽ നിങ്ങൾ ഇറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ അത് വിളിച്ചൊരു 10 കിലോമീറ്റർ പോയിട്ട് $500 കൊടുക്കേണ്ടി വന്ന മലയാളികളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഊബർ, ലിഫ്റ്റ് അല്ലെങ്കിൽ യെല്ലോ ടാക്സി ഇത് മാത്രമേ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കാവൂ. ടിക്കറ്റ് എടുക്കാതെ ഇവിടെ കാണാൻ പല സ്ഥലങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉണ്ട്, ഈ ടൈം സ്ക്വയർ ഉണ്ട്, സെൻട്രൽ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, 5th അവന്യൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ ധാരാളം കാര്യങ്ങൾ, അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാതെ നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന ചിലവാണ്. നിങ്ങൾ അത്യാവശ്യം പൈസ ഉള്ളവരാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ധാരാളം നല്ല റേറ്റിംഗ് ഉള്ള വേൾഡ് ക്ലാസ്സിലുള്ള റെസ്റ്റോറൻറ്റുകളും പബ്ബുകളും ബാറുകളും ഒക്കെ ഉണ്ട്. റൂഫ് ടോപ്പിൽ കയറിയിരുന്ന് സിറ്റിയുടെ വ്യൂ കണ്ട് ഡിന്നർ കഴിക്കത്തക്ക രീതിയിലുള്ള ധാരാളം ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. അവിടെ പോവുക. അതല്ല, നിങ്ങൾ പൈസ കുറച്ച് ചിലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മീഡിയം ഹോട്ടലുകളുണ്ട്, തട്ടുകടകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒത്തിരിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടൊന്ന് ഹലാൽ ഫുഡാണ്. ഹലാൽ ഫുഡ് ഏകദേശം ഒരു $12 നമുക്കൊരു ബോക്സ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ചെലവ് ചുരുക്കാൻ സാധിക്കും. പക്ഷേ ഇരുന്ന് കഴിക്കുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈ ക്യൂ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ ബിവറേജിന് മുന്നിലല്ല, ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹലാൽ ഫുഡ് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹലാൽ ഫുഡാണ് 49th സ്ട്രീറ്റിനും 6th അവന്യൂവിനും ഇടയിലുള്ള അഡേൽസ് ഫേമസ് ഹലാൽ ഫുഡ് എന്നീ ഹലാൽ ഫുഡ്. ഈ ലൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ഫേമസ് ആണ് എന്നുള്ളത്. ഇവരെ മിഡിൽ ഈസ്റ്റേൺ മസാലകളൊക്കെ ചേർത്താണ് പാചകം ചെയ്യുന്നത്. അതുപോലെ വളരെ ഫേമസ് ആണ് ഇവിടുത്തെ ലാംബ് ആൻഡ് ചിക്കൻ ഓവർ റൈസ് എന്നുള്ള ഒരു കോംബോ ഇവിടെ വളരെ ഫേമസ് ആണ്. ഇന്നത് മേടിച്ചിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചാണ് ഈ നിൽക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ ഇങ്ങനെ മണിക്കൂറുകൾ നീളുന്ന ക്യൂ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇവരുടെ ടൈമിംഗ് എന്ന് പറയുന്നത് വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ 5 മണി വരെ ഇത് ഓപ്പൺ ആണ്. അപ്പം നിങ്ങൾക്ക് നൈറ്റ് സമയങ്ങളിലൊക്കെ ഫുഡ് കഴിക്കുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ
വളരെ കുറഞ്ഞ റേറ്റിൽ ഈ ഹലാൽ ഫുഡ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഹലാൽ ഫുഡ് വാങ്ങാൻ പറ്റും. ന്യൂയോർക്ക് സിറ്റിയിൽ ഇതേ മോഡൽ വേറെ ധാരാളം ഹലാൽ ഫുഡ് കാർട്ടുകളുണ്ട്. പക്ഷേ അവിടെങ്ങും ഇതുപോലുള്ള ലൈനും ഒന്നുമില്ല. ഇവിടെ മാത്രമാണ് ഇത്ര നീളത്തിലുള്ള ലൈൻ കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കാണുന്ന തട്ടുകടകളിൽ നിന്നൊക്കെ നിങ്ങൾ ഫുഡ് മേടിക്കുന്നുണ്ടേ ആദ്യമേ തന്നെ അതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കണം എന്നുള്ളതാണ്. ആദ്യമേ തന്നെ റേറ്റ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുന്ന തുകയൊക്കെ ചിലർ ടൂറിസ്റ്റുകളാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ന്യൂയോർക്ക് സിറ്റിയിൽ ഏത് സ്ഥലത്തെത്തിയാലും അവിടെ എല്ലാം ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. അവർ നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് വിളിക്കും. അതിനങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. ആളും തരവും ഒക്കെ നോക്കി അവർ തോന്നുന്ന പടി പൈസ മേടിക്കും. അത് ആദ്യം പറയില്ല, ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും പൈസ മേടിക്കാൻ. നമ്മൾ ആദ്യം വിചാരിക്കും അവരുടെ സന്തോഷം കൊണ്ട് വന്ന് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ റേറ്റ് ആദ്യമേ ചോദിച്ചിട്ട് മാത്രമേ ഫോട്ടോ എടുക്കാവൂ. ബാക്കി ഫോട്ടോഗ്രാഫേഴ്സ് ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട്. അവർ നമ്മുടെ സമ്മതം ചോദിക്കാതെ തന്നെ ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളെ കാണിക്കുക, നിങ്ങളുടെ ഫോട്ടോ ഇതിൻ്റെ പ്രിന്റ് തരാം ഇത്ര രൂപ എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ നല്ല ഫോണും ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. പൈസ ലാഭിക്കണം എന്നുള്ളവർക്ക്, പൈസ ഉള്ളവർക്ക് ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുക്കാം കേട്ടോ. ഈ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നാൽ ഇതുപോലൊരു ക്യാരക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു സവിശേഷതയാണ്. നിങ്ങൾക്ക് എന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാം. പക്ഷെ അതിനു മുമ്പ് റേറ്റ് കൂടി ഒന്ന് ചോദിച്ചിരിക്കണം. പിന്നെ സീസണുകൾ ഏതൊക്കെയാണ്? ന്യൂയോർക്ക് സന്ദർശനത്തിനുള്ള 2 സീസണുകൾ, ഒന്ന് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയവും മറ്റൊന്ന് നവംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയവുമാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയം ഇവിടുത്തെ സമ്മർ സമയമാണ്. സ്കൂളുകൾക്കൊക്കെ അവധിയാണ്. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. ഹോട്ടലിനും പിന്നെ ഫുഡിനും ബ്രോഡ്വേ ഷോകൾക്കും ഒക്കെ നല്ല റേറ്റ് ആയിരിക്കും. നവംബർ മുതൽ ഡിസംബർ വരെയുള്ള സമയം താങ്ക്സ് ഗിവിങ്ങിൻ്റെയും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ഒക്കെ സമയമാണ്. ആ സമയത്തും ഇവിടെ നല്ല റേറ്റ് ആയിരിക്കും. ഇവിടെ വന്ന് താമസിക്കുന്നതിനൊക്കെ, പ്രത്യേകിച്ചും ഈ ടൈം സ്ക്വയറിലാണ് ബോൾ ഡ്രോപ്പ് ഒക്കെ നടക്കുന്ന, വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂ ഇയർ സമയത്തുള്ള ബോൾ ഡ്രോപ്പ് ഇവിടെയാണ് നടക്കുന്നത്. ആ സമയത്തും റേറ്റുകൾ കുത്തനെ കൂടുതലായിരിക്കും. ഇവിടുത്തെ ഓഫ് സീസൺ എന്ന് പറയുന്നത് ഈ ജനുവരി കഴിഞ്ഞിട്ടുള്ള കുറേ മാസങ്ങളാണ്. അപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലവണ്ണം സ്നോ വീഴുന്ന സീസണാണ്, സ്നോ വീഴുന്ന സമയമാണ്. വളരെ ദുസ്സഹമാണ് ഇവിടെ സഞ്ചരിക്കുന്നതിനുമൊക്കെ. പക്ഷേ നിങ്ങൾക്ക് മഞ്ഞ് ഇഷ്ടമുള്ളവരാണെങ്കിൽ, തണുപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സീസണിൽ വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ഡിസ്കൗണ്ടിൽ ഹോട്ടലുകൾ കിട്ടും. ബ്രോഡ്വേ ഷോകളൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ അവർ ടിക്കറ്റ് കൊടുക്കും. തന്നെയല്ല ആളുകളും റഷും ഇവിടെ കുറവുമായിരിക്കും. പിന്നെ അമേരിക്ക ഫേമസ് ആയിട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ കാര്യത്തിലാണ്. ഷൂസ് ആണെങ്കിലും ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ അമേരിക്കയുടെ ഫേമസ് ബ്രാൻഡുകളുണ്ട്. നിങ്ങൾ ന്യൂയോർക്കൊക്കെ സന്ദർശിക്കുന്ന ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഇവിടുന്ന് മേടിക്കുന്നതിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയിലുള്ള ടൈം സ്ക്വയറിലൊക്കെയുള്ള ഈ ബ്രാൻഡഡ് ഷോപ്പുകളിൽ കയറി മേടിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മാറി കുറേ ഔട്ട്ലെറ്റ് സ്റ്റോറുകളൊക്കെ ഇവർക്കുണ്ട്. അവിടെ ന്യൂയോർക്ക് സിറ്റിനേക്കാളും സെയിം ബ്രാൻഡിൻ്റെ സെയിം പ്രോഡക്റ്റുകൾക്ക് തന്നെ വിലക്കുറവാണ്. നല്ല ഹോളിഡേ സീസണൊക്കെ ആണെങ്കിൽ 60%, 70%, 75% വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഇവർ തുണികൾ വിറ്റഴിക്കും ഇവിടെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെയൊക്കെ പകുതി വിലയ്ക്ക് തന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ മേടിക്കാൻ പറ്റും. പക്ഷേ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് തീപിടിച്ച വിലയുമായിരിക്കും. ഇത് ന്യൂയോർക്കിലെ പ്രശസ്തമായിട്ടുള്ള 5th അവന്യൂ ആണ്. കാശുകാർ സാധാരണ വരുന്ന സ്ഥലങ്ങളാണ്. കാശ് കയ്യിലുള്ളവർക്ക് ഇവിടെ ഒന്ന് ഷോപ്പിംഗ് നടത്താൻ ധാരാളം ബ്രാൻഡുകളുടെ ഷോപ്പുകളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. പക്ഷേ കാശ് പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ നിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് ടിക്കറ്റൊന്നും ഇല്ലാതെ കാണുന്നതിനുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന സെയിൻറ്റ് പാട്രിക്സ് കത്തീഡ്രലാണ്. വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇതിനപ്പുറത്ത് കാണുന്നത് റോക്കഫെല്ലർ സെൻ്ററാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ ഇടുന്നത് ഇവിടെയാണ്. ന്യൂയോർക്ക് സിറ്റിയിൽ വന്ന് 2 ദിവസം താമസിച്ച് ഹോട്ടലിൽ താമസിച്ച് ഭക്ഷണവും കഴിച്ചു ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നതിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരാളുടെ ഒരു ആവറേജ് ചെലവ് എന്ന് പറയുന്നത് ഒരു $250 മുതൽ $400 വരെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏകദേശം ഒരു 25,000 രൂപ മുതൽ 30,000 രൂപ വരെ ഇന്ത്യൻ രൂപ ചെലവിൽ ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ. നമ്മളെപ്പോലെയൊക്കെ ഒരു മീഡിയം ആളുകളുടെ കാര്യം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് $750 മുതൽ ഒരു $1,100 വരെയൊക്കെ ചിലവാകുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇത്രയും 2 ദിവസത്തെ താമസവും ഭക്ഷണവും പിന്നെ എൻട്രി ടിക്കറ്റുകളുടെ ഫീസും എല്ലാം കൂടെ കൂട്ടിയാണ്. അതല്ല, നിങ്ങൾ ലക്ഷറി ധാരാളം കാശുകളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 4 ലക്ഷം മുതൽ മുകളിലോട്ട് എത്ര ലക്ഷത്തിന് വരെയും നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതിനും ചെലവഴിക്കുന്നതിനുമുള്ള സംഗതികൾ മൊത്തം ന്യൂയോർക്ക് സിറ്റിയിലുണ്ട്. VIP ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും.
അത്രയും കാശുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ന്യൂയോർക്ക് സന്ദർശിച്ചില്ല എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷികൾ പതിവ് പോലെ പറക്കും, പൂവങ്കോഴി രാവിലെ കൂവും, മീനുകൾ പതിവ് പോലെ നീന്തും, നിങ്ങളുടെ കയ്യിൽ അത്രയും പണം മിച്ചം ഇരിക്കുകയും ചെയ്യും. പക്ഷേ പലരും ജീവിതത്തെ നിർവചിക്കുന്നത് പല രീതിയിലാണ്. ചിലർ എത്ര പേരെ തോൽപ്പിച്ചു എന്ന് നോക്കും, ചിലർ എത്ര പണം ശേഖരിച്ചു വെച്ചു എന്ന് നോക്കും, ചിലർ എത്ര നാൾ വരെ ജീവിച്ചു എന്ന് കണക്ക് കൂട്ടും. പക്ഷെ ചുരുക്കം ചിലരുണ്ട്, അവർ ജീവിതത്തിൻ്റെ വിജയം കണക്കാക്കുന്നത് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയാണ്. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളുടെ ചെക്ക് ലിസ്റ്റിൽ പച്ചമഷിയോടെ അഭിമാനത്തോടെ ടിക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് ന്യൂയോർക്ക് സിറ്റി സന്ദർശിച്ചു എന്നുള്ളതും. കഴിയുമെങ്കിൽ വരിക, കാണുക, ആസ്വദിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ